ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കാലത്ത് തന്നെ ഇത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഞാനും ഈ ദിവസമായിട്ട് പള്ളിയിലോട്ട് പോവുകയാണേ. ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ 7 മണിക്കത്തെ കുർബാനയ്ക്ക് പോവുകയാണ്. പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളൊന്ന് പള്ളിയൊന്ന് ചുറ്റിക്കറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ സംഭവങ്ങളുണ്ട് കാണാനായിട്ട്. തിരുവത്താഴത്തിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കുഞ്ഞിന്. പിന്നെ ഒരു ആമ്പൽക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു കൊടുക്കുക. അതിൽ നിറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ദിവസം അങ്ങനെ അതൊക്കെ കാണണം. അതിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം, മീനിൻ്റെ ഓട്ടവും കളികളൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി അത് കഴിയുമ്പോഴത്തേക്കും ചേട്ടയുടെ വീട്ടിലേക്ക് പോകണം. അവിടെ വെച്ചാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് ചേട്ടയുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ, ഒരു 5:30 ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഇത് കുഞ്ഞിനെ ഒന്ന് മേലൊക്കെ കഴുകിച്ച് കൊടുത്തിട്ട് ആളൊന്ന് ഡ്രസ്സ് ഇടിക്കുവാണ്. ഡ്രസ്സ് ഇടിക്കുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രോക്ക് നിറുമ്പോഴത്തേക്ക് ഒരുപാട് തുണിയുണ്ട് ഉള്ളിൽ. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഭയങ്കര രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു ഇടാനായിട്ട്. ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. എങ്കിലും പിടിച്ചിരുത്തിയൊക്കെ ഇട്ട് കൊടുത്തു. ആളെ റെഡിയാക്കി എടുക്കുവാണ്. ഈ ഫ്രോക്ക് ഞങ്ങൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഇത് സ്റ്റിച്ചിങ് ഒന്നുമല്ല, ഞങ്ങൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. ഇത് എന്തോ ഒരു 1600 അത്ര ഒരു റേറ്റൊക്കെ വരും. അത്രയും വരില്ല, എങ്കിലും ആ റേറ്റ് ആയിരുന്നു ഈ ഡ്രസ്സിന്. ഞങ്ങൾ ചേർത്തലയിൽ നിന്നാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി നല്ല നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് എന്തോ എനിക്ക് ഇഷ്ടമാണ് ആ കളർ, അതുകൊണ്ട് തന്നെ ആ ഒരു കളർ ചൂസ് ചെയ്യാനാണ് തോന്നിയത്. പിന്നെ ആ ഒരു ഇതിൽ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ കുഞ്ഞിൻ്റെ ചെരുപ്പ് ഒരു പീച്ച് ഷെയ്ഡ് വന്നിട്ടൊരു ചെരുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു, ആളെ റെഡിയാക്കി. ഫൈനൽ ലുക്ക് ഇതാണ്. കേക്ക് കട്ട് ചെയ്യാൻ മുന്നേ ഒരു ജന്മദിന പ്രാർത്ഥനയും പിന്നെ ബൈബിൾ വായനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ആണിത്. അങ്ങനെ എല്ലാവരും കൂടെ പ്രെയറും കാര്യങ്ങളൊക്കെ ചൊല്ലി. അപ്പോൾ ഈ ദിവസം അവിടെ ഇരിക്കുന്നതുണ്ടല്ലോ എൻ്റെ ആള് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ ആളിവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. എല്ലാ നന്മകളെയും എനിക്ക് തന്ന എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. നോക്കുകയും അനുമോദിക്കുകയും എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സംരക്ഷണം. അങ്ങനെ ഞങ്ങൾ പ്രെയറൊക്കെ ചൊല്ലിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പരിപാടി കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നാണ് ഈ ഡെക്കറേഷൻ ഐറ്റംസ് എന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. ഓൺലൈൻ ഞാൻ നോക്കിയായിരുന്നു, പിന്നെ ഞാൻ എടുത്തില്ല. പുറത്തുനിന്ന് നേരത്തെ ഒന്ന് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഈ ഫ്രോക്കിൻ്റെ കൈയുടെ അവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നേക്കുന്നതുകൊണ്ട് തന്നെ അത് അവളുടെ മുഖം മറച്ച് നിൽക്കുവാണ്. അപ്പോൾ ആളിവിടെ നല്ലൊരു ആക്റ്റീവായിട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ കയ്യിൽ കേക്കിൻ്റെ ആ ഒരു കത്തി കൊടുത്തിട്ട് ആളെ പിടിക്കുന്നുമില്ല, വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, അവൾക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു വിധത്തിലൊക്കെ ഞാൻ ഇരുത്താനൊക്കെ നോക്കുന്നുണ്ട്, ഇരുത്തി മുറിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആൾ സമ്മതിക്കുന്നില്ല, കരച്ചിലാണ്. തലയിൽ ആ ഒരു ഹാറ്റ് വെച്ചിട്ട് അതും സമ്മതിക്കുന്നില്ല, അതും ഊരി മാറ്റേണ്ടി വന്നു. അവസാനം പിന്നെ അതെങ്ങനെയോ കത്തി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അലമ്പെടുക്കുക, തൊപ്പി അങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അത് മാറ്റാമെന്ന് തന്നെ വെച്ചു. അങ്ങനെ അത് ഊരി മാറ്റി. അങ്ങനെ ഈ ദിവസം ഒരു വിധമൊക്കെ പറഞ്ഞ് അങ്ങനെ ആളെ ഇരുത്തിച്ചു. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അപ്പോഴാണ് ഈ ദിവസത്തിനൊരു ഹാപ്പി ആയത് കേട്ടോ. അവളിപ്പോഴാണ് ഹാപ്പി ആയത്. ആ ചൂടൊക്കെ മാറിയപ്പോഴത്തേക്കും ആളെ രക്ഷപ്പെട്ടെന്നായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ, വരുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട്. ഇനി അടുത്ത പരിപാടി ഫുഡ് അടിയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി, സലാസ, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് കഴിക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കഴിക്കും മുന്നേ ഈ ദിവസത്തിന് കൊടുക്കണം. അപ്പോൾ കുഞ്ഞിന് ബിരിയാണി ആ ഒരു റൈസാണ് കൊടുക്കുന്നത്. അത് ഒരുപാട് കൊടുക്കത്തില്ല, കുറച്ച് കൊടുക്കും. എന്തായാലും അവളുടെ ദിവസമല്ലേ, അവൾ സന്തോഷിക്കട്ടെ എന്ന് ഓർത്തിട്ട് കൊടുക്കുകയാണ്. ചിക്കനൊന്നും കൊടുക്കത്തില്ല കേട്ടോ, അതിനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ കുറച്ച് ബിരിയാണീൻ്റെ റൈസ് അത് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇനി കുഞ്ഞിന് ആഹാരം കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഉള്ളവർക്കൊക്കെ കഴിക്കാനായിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ദിവസത്തെ ഫുഡ് കൊടുത്ത് തുടങ്ങി. അപ്പോൾ ആൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു ടേസ്റ്റ് എന്തായാലും ഉണ്ടല്ലോ, അങ്ങനെ കഴിക്കുന്നതാണ് ആൾ.
കുറച്ചായിട്ട് കൊടുത്തു. ഒരുപാട് കൊടുക്കത്തില്ല കേട്ടോ, കുറച്ചേ കൊടുക്കുള്ളൂ. അപ്പോൾ അതെ ആൾക്കിങ്ങനെ ചുറ്റി നടന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പുറത്തവിടെ പപ്പയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ പട്ടിയാണ്. പിന്നെ എന്താ മൂന്നിനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ, അതൊക്കെ കാണിച്ചാണ് കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ അവൾ കഴിക്കാറുള്ളൂ സാധാരണ. അപ്പോൾ ആളെ കൊണ്ട് നടന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എടുത്ത് തരുന്നത് ഞങ്ങളുടെ ഒരു കസിൻ തന്നെയാണ്. അവനാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നത്. അവനെൻ്റെ പുറകെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് എടുക്കാനായിട്ട്. അപ്പോൾ ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ ഇതുസിനെ കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയുള്ളൂ കേട്ടോ, ചെറിയ പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.